ഇന്ന് നമ്മൾ 2025 മലയാള സിനിമയിൽ മികവ് കാട്ടി തിരിച്ചു വന്ന നടിമാരെ കുറിച്ച് നോക്കാം. നാളുകളായി തിരശീലയിൽ നിന്ന് അകലെയായിരുന്ന ചിലർ ശക്തമായ കഥാപാത്രങ്ങളുമായി തിരികെ എത്തി. പ്രേക്ഷകർക്ക് വീണ്ടും പ്രിയങ്കരിയായി ചിലരുടെ വരവ് ആരാധകരെ ഞെട്ടിച്ചപ്പോൾ മറ്റു ചിലരുടെ സ്ഥിരതയും ആത്മവിശ്വാസവും മലയാള സിനിമയെ കൂടുതൽ നിറമൂട്ടിയിട്ടുണ്ട്. മികച്ച അഭിനയം, പുതുമ നിറഞ്ഞ കഥാപാത്രങ്ങൾ, വ്യത്യസ്ത കഥാപശ്ചാത്തലങ്ങൾ ഇവയൊക്കെ ചേർന്നപ്പോൾ 2025 മലയാള സിനിമയിൽ വനിതാ താരങ്ങളുടെ തിരിച്ചുവരവ് വർഷമായി മാറിയെന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് നടിയുടെ തിരിച്ചുവരവാണ് ഏറ്റവും ശ്രദ്ധേയമായത്? ഒന്ന് കമന്റിൽ പറഞ്ഞു തരൂ. കൂടാതെ ഇത്തരം കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഭാമ 2007 നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഭാമ സിനിമയിലെത്തിയത്. നിരവധി മലയാള കന്നഡ സിനിമകളിൽ അഭിനയിച്ച ഭാമ 2017-18 കാലഘട്ടത്തിനു ശേഷം സിനിമയിൽ നിന്നും അകലുകയായിരുന്നു. ഈ 8 വർഷത്തെ ഇടവേളയിൽ ഭാമ കുടുംബജീവിതത്തിനും മറ്റ് പേഴ്സണൽ പ്രൊജക്ടുകൾക്ക് വേണ്ടിയും കൂടുതൽ ശ്രദ്ധ നൽകിയിരുന്നു. ആരാധകർ ഏറെ കാത്തിരുന്ന ഈ തിരിച്ചുവരവ് 2025 വലിയ ഉണർവ് സൃഷ്ടിച്ചു. ഏകദേശം 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2025 സുമതി വളവ് എന്ന ചിത്രത്തിലൂടെയാണ് ഭാമ വീണ്ടും വെള്ളിത്തിരയിലെത്തിയത്. മാലു എന്ന കഥാപാത്രമായാണ് അവർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. ചിത്രത്തിന് നല്ല ഓപ്പണിംഗ് ലഭിച്ചു. ഭാമയുടെ തിരിച്ചുവരവും പ്രേക്ഷകർ ആവേശത്തോടെ സ്വീകരിച്ചു. അതിലും കൗതുകരമായ കാര്യമെന്ന് പറയുന്നത് ഭാമയുടെ ആദ്യ ചിത്രം നിവേദ്യം സംവിധാനം ചെയ്തത് ലോഹിതദാസ് ആയിരുന്നു. കംബാക്ക് ചിത്രമായ സുമതി വളവ് സംവിധാനം ചെയ്തത് ലോഹിതദാസിന്റെ മകൻ വിഷ്ണു ശശിശങ്കറുമായിരുന്നു. അടുത്തത് അനുപമ പരമേശ്വരൻ. 2015 പുറത്തിറങ്ങിയ പ്രേമം വഴിയാണ് അനുപമ പരമേശ്വരൻ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത്. എന്നാൽ അതിനുശേഷം പ്രധാനമായും തെലുങ്ക്, തമിഴ് സിനിമകളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഏകദേശം 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2023 പുറത്തിറങ്ങിയ JSK എന്ന സിനിമ വഴിയാണ് അവർ മലയാളത്തിലേക്ക് തിരിച്ചു വന്നത്. ഇനിയും ഒട്ടനവധി നല്ല ക്യാരക്ടറുകളും നല്ല സിനിമയുമായി മലയാള സിനിമയിൽ തന്നെ തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തത് ശ്വേതാ മേനോനാണ്. 2025 അമ്മ എന്ന അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്വേതാ മേനോൻ. ഇത് മലയാള സിനിമയിലെ ചരിത്രപരമായ ഒരു സംഭവമായിരുന്നു. അമ്മയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി ശ്വേതാ മേനോൻ ഭരണത്തിൽ വന്നു. ശ്വേതയുടെ നേതൃത്വത്തിൽ അമ്മ പുതിയൊരു ദിശയിലേക്ക് മുന്നേറാൻ ശ്രമിക്കുന്നു. വനിതാ നടിമാർക്ക് കൂടുതൽ അംഗീകാരം നൽകുകയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യും. ഇത് ശ്വേതയുടെ തിരിച്ചുവരവ് എന്ന നിലയിൽ കണക്കാക്കാം. അവർ സജീവ പ്രവർത്തനത്തിലൂടെ പുതിയ തലമുറയ്ക്ക് പ്രചോദനം നൽകുകയാണ്. സിനിമയിലേക്കും പ്രേക്ഷകരിലേക്കും അവരുടെ സജീവ സാന്നിധ്യം ശ്രദ്ധേയമാണ്. അടുത്തത് ഗിരിജ ഷെട്ടർ. 1989 വന്ദനം എന്ന സിനിമ വഴി മലയാളികൾക്ക് സുപരിചിതയായ ഗിരിജ ഷെട്ടർ പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു. ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷം 2024 അവർ വീണ്ടും അഭിനയ രംഗത്തേക്ക് മടങ്ങിയെത്തി. കംബാക്ക് വാർത്ത കേട്ടപ്പോൾ ആരാധകർക്കും വലിയൊരു നൊസ്റ്റാളജിയായിരുന്നു അത്. ഇബാനി തബിഡ ഇലയാലി എന്ന കന്നഡ സിനിമയിലായിരുന്നു ഗിരിജ ഷെട്ടറിന്റെ തിരിച്ചുവരവ്. അടുത്തത് സുജിത ധനുഷ്. മലയാള ടെലിവിഷനിലൂടെ ബാലനടിയായിട്ടാണ് സുജിത ധനുഷ് പ്രശസ്തയായത്. പിന്നീട് തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ 3 ടെലിവിഷൻ ലോകങ്ങളിലും അവർ സജീവമായി. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം 2024 അർച്ചന ചേച്ചി LLB എന്ന മലയാള സീരിയലിലൂടെ അവർ ശക്തമായ തിരിച്ചുവരവ് നടത്തി. അതേസമയം തമിഴിൽ ചിന്നൻ ചെറുക്കിളിയെ എന്ന ഷോയിലും അവർ എത്തിയിരുന്നു. തുടർന്ന് തെലുങ്കിൽ ഗീതാഞ്ജലി എന്ന പുതിയ സിനിമയിൽ
നായികയായി അഭിനയിക്കുന്നതായി അവർ പ്രഖ്യാപിച്ചു. ഒരേ സമയം 3 ഭാഷകളിലേക്കുള്ള കംബാക്ക് എന്നത് വളരെ അപൂർവമായൊരു നേട്ടമാണ് സുജിത സ്വന്തമാക്കിയിരുന്നത്. അടുത്തത് ലക്ഷ്മി ഗോപാലസ്വാമിയാണ്. 2000-ൽ ലോഹിതദാസ് രചനയും സംവിധാനവും നിർവഹിച്ച് മമ്മൂട്ടിയോടൊപ്പം പുറത്തിറങ്ങിയ അരയന്നങ്ങളുടെ വീട് എന്ന മലയാളം ചിത്രത്തിലൂടെയാണ് അവർ അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രത്തിന് മികച്ച സഹനടിക്കുള്ള കേരള സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നു. ലക്ഷ്മി ഗോപാലസ്വാമിയുടെ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയിലെ ഒരു ക്യാമിയോ റോളിലൂടെയാണ് ഇവരുടെ എൻട്രി നടത്തിയിരുന്നത്. ജ്യോതിർമയി 1999 മുതൽ 2013 വരെ സിനിമയിലും ടെലിവിഷനിലും സജീവമായിരുന്നു ജ്യോതിർമയി. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭർത്താവായ അമൽ നീരദ് സംവിധാനം ചെയ്ത ബൊഗേൻവില്ല എന്ന സിനിമ വഴിയാണ് അവർ തിരിച്ചു വന്നത്. ജ്യോതിർമയി പൊളിച്ചു എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രതികരണം. ഇതിൽ നിന്ന് തന്നെ ജ്യോതിർമയുടെ തിരിച്ചുവരവ് എത്രത്തോളം ആരാധകരെ പുളകം കൊള്ളിച്ചു എന്നറിയാം. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കംബാക്ക് ഏത് സിനിമാ നടിയുടെയാണെന്ന് ഒന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ മറ്റേതെങ്കിലും സിനിമാ നടികളുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് സജീവമായിരുന്ന ഏതെങ്കിലും സിനിമാ നടികളുടെ കംബാക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഇതിൽ ഏറ്റവും നല്ല കംബാക്ക്, അതിൽ പ്രകടനത്തിലായാലും അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത കംബാക്ക് ഏതായിരുന്നാലും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മൂവി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ആക്ട്രസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ അത് ബേസ് ചെയ്ത് വീഡിയോകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ പുതിയ അപ്ഡേറ്റിന് വേണ്ടി OTT എക്സ്പ്ലോർ എന്ന ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്.